Good morning dear students. Good morning. നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? പിന്നെ നമുക്ക് ബാക്കി പഠിച്ചു തുടങ്ങണ്ടേ? നമ്മൾ ഇംഗ്ലീഷ് ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ 3rd ചാപ്റ്റർ വരെ സ്റ്റഡി ചെയ്ത് നിർത്തിയായിരുന്നു അല്ലേ? ഏതായിരുന്നു? നെൽസൺ മണ്ടേല. അവിടെ നമ്മൾ സ്റ്റഡി ചെയ്ത് നിർത്തി. നമുക്കിന്ന് 4th ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ എങ്കിൽ എല്ലാം റെഡി അല്ലേ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? ടെക്സ്റ്റിൽ പേജ് നമ്പർ 33 എടുത്തേ. അതാണ് നമ്മുടെ ഇന്നത്തെ പുതിയ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് Then There Were None എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇതൊരു സ്റ്റോറിയാണ്. ഇത് നല്ലൊരു ത്രില്ലിംഗ് സ്റ്റോറിയാണ്. നമ്മുടെ ഇത് എഴുതിയ ഓഥറിന്റെ പേര് അഗത ക്രിസ്റ്റി എന്നാണ്. എന്താണ്? അഗത ക്രിസ്റ്റി. നമ്മുടെ ഓഥറിന്റെ പേരെന്താണ്? അഗത ക്രിസ്റ്റി. അപ്പൊ അഗത ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു റൈറ്റർ എഴുതിയ ഒരു സ്റ്റോറിയാണ് നമ്മുടെ ഈ ദെൻ അല്ലേ? എന്താണ്? There Were None എന്ന് പറയുന്നത്. നമുക്ക് ആ ഓഥറിനെ കുറിച്ച് ഒന്ന് നോക്കിയാലോ? നമ്മുടെ ടെക്സ്റ്റിന്റെ പേജ് നമ്പർ 37 എടുത്ത് അതിനകത്ത് നോ ദ ഓഥർ എന്നും പറഞ്ഞ കിടപ്പുണ്ട്. നമുക്ക് അതൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചേ. Born in the year 1890, Agatha Christie had both American and British origin. അമേരിക്കയും ബ്രിട്ടീഷ് ഒറിജിൻ ആണ് അവരുടെ ആ ഒരു ലേഡിയുടെ ആ ഒരു ഓഥറിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് അമേരിക്കയും ബ്രിട്ടീഷും ആണ്. She is known for her crime and mystery novels, short stories and plays. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു ക്രൈം സ്റ്റോറീസ്, അതുപോലെ തന്നെ അല്ലേ മിസ്റ്ററി നോവൽസ്, നിഗൂഢതകൾ നിറഞ്ഞ നോവൽ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറി, പ്ലേസ്, ഇതെല്ലാം അവരെ വളരെ പ്രശസ്തയാക്കി. She is the recipient of the Order of the British Empire, which is the highest honor given by the British. അപ്പോൾ ബ്രിട്ടീഷുകാർ നൽകുന്ന ഏറ്റവും എന്താണ് പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ നേടിയിട്ടുള്ള ഒരാളാണ് അല്ലേ നമ്മുടെ ഓഥർ എന്ന് പറയുന്ന അഗത ക്രിസ്റ്റി എന്ന് പറയുന്ന നോവലിസ്റ്റ്. ഷീ ഡൈഡ് ഇൻ 1976 ഇവര് മരിച്ചു. അപ്പം ഓഥറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത്. എന്താണ് ബോൺ ഇൻ ദ ഇയർ 1890 ജനിച്ചു അല്ലേ? സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ വീട്ടിലാണ് പഠനം മുഴുവൻ നടത്തിയത്. പിന്നെന്താണ് അവിടെ എന്തൊക്കെയായിരുന്നു എഴുത്തെന്ന് പറയുന്നത്? അവരുടെ ആ ഒരു ക്രൈം സ്റ്റോറീസ്, അതുപോലെ തന്നെ മിസ്റ്ററി നോവൽസ്, ഷോർട്ട് സ്റ്റോറി പ്ലേ, ഇതെല്ലാം അവരെ വളരെ പ്രശസ്തിയാക്കി 1976 മരിച്ചു. ഇത് നമുക്ക് നമ്മുടെ സ്റ്റോറിയിലോട്ട് പോയാലോ? ഇതും എന്താണ് ഒരു ത്രില്ലിംഗ് സ്റ്റോറി തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചേ. Not a long time ago in England, 10 people from 10 different places received a strange invitation. എന്താണ് നമ്മുടെ വളരെ കാലം മുമ്പ് നമ്മുടെ ഇംഗ്ലണ്ടിൽ 10 വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കില്ലേ 10 വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു വിചിത്രമായ ഒരു ക്ഷണം ലഭിച്ചു. എന്തായിരുന്നു? Mr. and Mrs. UN Owen, their host, had invited them to visit their mansion at Soldier Island. ഇപ്പൊ എന്താണ് അവരുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്താണ് UN Owen എന്ന് പറയുന്ന ആൾക്കാര് അവരുടെ സോൾജിയർ ദ്വീപിലുള്ള അവരുടെ മന്ദിരം സന്ദർശിക്കാനായിട്ട് ഈ 10 ആൾക്കാരെ ക്ഷണിച്ചിരിക്കുന്നു. Strangely, none of them had even heard of Mr. and Mrs. Owen. പക്ഷെ എന്താ അല്ലേ അപ്പൊ വിചിത്രമായിരിക്കുന്നു. കാരണം എന്താണ് അവരാരും ഈ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഓവനെ കുറിച്ച് ഈ 10 ആൾക്കാരും കേട്ടിട്ടില്ല. പക്ഷെ അവരിൽ നിന്ന് തങ്ങൾക്ക് ക്ഷണം വന്നിരിക്കുന്നു അവരുടെ മന്ദിരം സന്ദർശിക്കാൻ. When they reached the island, the hosts were inconspicuous. ഇപ്പൊ എന്താണ് അവർ ആ ഐലൻഡിൽ എത്തിയപ്പോഴത്തേനും അവരെ വിളിച്ചെന്താണ് ആദ്യത്തെ അസാന്നിധ്യം വളരെ അവ്യക്തമായിരുന്നില്ലേ? അവരവിടെ കാണുന്നില്ല. ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഓവനെ അവിടെ കാണുന്നില്ല. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്ന് പഠിച്ച ന്യൂ വേർഡ് ആണ് എന്ത്? ഇൻകോൺസ്പീഷ്യസ്. എന്താണ് ഇൻകോൺസ്പീഷ്യസ്? എന്താണ് ഇൻകോൺസ്പീഷ്യസ് എന്ന് നോക്കിക്കേ. മീനിങ് നോട്ട് ക്വിക്ലി നോട്ടീസ്ഡ്. എന്താണ്? പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല അല്ലേ? നോട്ട് ക്വിക്ലി നോട്ടീസ്ഡ്, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പൊ ഇൻകോൺസ്പീഷ്യസ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ന്യൂ വേർഡ്. സ്പെല്ലിംഗ് എന്താ? INCONSPICUOUS. ഇൻകോൺസ്പീഷ്യസ്. അപ്പൊ എന്താണ്? നോട്ട് ക്വിക്ലി നോട്ടീസ്ഡ്, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവര് വന്ന് ഈ ഐലൻഡിൽ ഇറങ്ങിയപ്പോഴത്തേനും മിസ്റ്റർ ആൻഡ് മിസ്സസ് ഓവനെ അവിടെ കാണുന്നില്ല. But their representatives, the butler and the cook, saw to it that they were well received. പക്ഷെ അവിടെ ആരെ കണ്ടു? നമ്മുടെ
ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവന്റെ പ്രതിനിധികളായ കുക്കിനെയും ബട്ട്ലർ എന്ന് പറയുന്ന 2 ആൾക്കാരെ അവരവിടെ കണ്ടു. അവരിവരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും ചെയ്തു. ഈച്ച് വൺ വാസ് ഗിവൺ എ സെപ്പറേറ്റ് റൂം. ഇല്ലേ, ഓരോ ആൾക്കാർക്കും ആ 10 ആൾക്കാർ വന്നു. ആ 10 ആളുകൾക്കും 10 വ്യത്യസ്തമായിട്ടുള്ള റൂമുകൾ കൊടുത്തു താമസിക്കാൻ. But all rooms had one thing in common, a picture of 10 soldiers. പക്ഷേ ആ 10 മുറികളിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ഒരു 10 സോൾജേഴ്സിന്റെ 10 സോൾജേഴ്സിന്റെ ഒരു പിക്ചർ ആ എല്ലാ മുറിയിലും കോമൺ ആയിട്ട് ഉണ്ടായിരുന്നു. The dining table in the humongous dining hall. ഹ്യൂമങ്കസ് മീനിങ് നോക്ക്, വെരി ലാർജ്. എന്താണ്? വളരെ വലിയത് അല്ലേ? ഹ്യൂമങ്കസ് നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് പഠിച്ച ന്യൂ വേർഡ് ആണ് ഹ്യൂമങ്കസ്. HUMUNGOUS. ഹ്യൂമങ്കസ്. ഹ്യൂമങ്കസ് മീനിങ് എന്താണ്? വെരി ലാർജ്. അപ്പൊ അങ്ങനെയുള്ള വളരെ വലിയ ഡൈനിങ് ഹാൾ ആയിരുന്നു അവിടെ കണ്ടത്. Had a tray with 10 miniature soldiers displayed in a neat row. അപ്പൊ എന്താണ്? ആ ഒരു വലിയ ഡൈനിങ് ഹാളില് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു ഇല്ലേ? അവിടെ എന്താണ്? ഹാർഡ് ആയിട്ട് ട്രേ, അതിലൊരു ട്രേ ഉണ്ട്. ആ ട്രേയിൽ എന്താ നമ്മൾ കാണുന്നത് ഇല്ലേ? 10 പട്ടാളക്കാരുടെ ഒരു മിനിയേച്ചർ രൂപം എന്ന് വെച്ചാൽ ആ 10 പട്ടാളക്കാരുടെ ഒരു ചെറിയ രൂപം, ചെറിയ രൂപത്തിൽ 10 പട്ടാളക്കാരെ ആ ട്രേക്കകത്ത് ഇങ്ങനെ നിരത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. On the first day, as the guests sat to have dinner, they had a recording. അപ്പം അങ്ങനെ ഫസ്റ്റ് ഡേ വന്നു, അവരെല്ലാവരും ഡിന്നർ കഴിക്കാനായിട്ട് വന്നപ്പോൾ എന്താണ്? ഒരു റെക്കോർഡിംഗ് ഇങ്ങനെ കേൾക്കുന്നു ആ ഡൈനിങ് ഹാളിൽ നിന്ന്. It sent chills down everyone's spine. അപ്പം എന്താണ്? അത് അവരെല്ലാവരെയും നട്ടലിന് എന്ത് കൊടുക്കുന്നു? ഒരു തണുപ്പ് പകരുന്നുണ്ട് ആ ഒരു റെക്കോർഡിംഗ്. The unknown voice said, "Ladies and gentlemen, each one of you is guilty of a crime that you have committed but escaped the law." അപ്പോൾ എന്താണ്? അവരെല്ലാവരും ഡൈനിങ് ഹാളിലെ ഡിന്നർ കഴിക്കാൻ വന്നിരുന്നപ്പോൾ അവിടുന്ന് ഒരു റെക്കോർഡിംഗ് കേൾക്കുന്നുണ്ട്. അത് അവരുടെ എല്ലാ നട്ടലിനൊരു തണുപ്പ് പകർന്നു. പെട്ടെന്ന് അവർ ഇരിക്കുമ്പോൾ ഒരു അജ്ഞാത ശബ്ദം കേൾക്കുന്നു ഇല്ലേ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് എന്താണ് നോക്കിക്കേ. Each one of you is guilty of a crime that you have committed but escaped the law. അപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങളെല്ലാവരും ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കുറ്റക്കാരാണ്. പക്ഷെ എന്താണ്? നിയമത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലേ? എന്താണ് പറഞ്ഞത്? ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കുറ്റക്കാരാണ്, പക്ഷെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. You have been called on the island to be punished. നിങ്ങളെ ഈ ദ്വീപിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തിനെ? നിങ്ങളെ ശിക്ഷിക്കാനായിട്ട് ഈ ദ്വീപില് വിളിച്ചേക്കുവാണ്. അതാണ് അവർ കേട്ട അവർ അജ്ഞാത ശബ്ദം. അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്? On the first day, as the guests sat to have dinner. ഒന്നാമത്തെ ദിവസം അല്ലേ? ആദ്യത്തെ ദിവസം അവര് ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരുന്നപ്പോൾ എന്ത് കേട്ടു? They had a recording. അവരൊരു റെക്കോർഡിംഗ് കേട്ടു. It sent chills down everyone's spine. അപ്പൊ അതെല്ലാവരുടെയും നട്ടലിനൊരു തണുപ്പ് പകർന്നു. The unknown voice said, "Ladies and gentlemen." അല്ലേ? Ladies and gentlemen അവർ പറഞ്ഞുകൊണ്ടൊരു അജ്ഞാത ശബ്ദം അവർ കേട്ടു. എന്താ അതിൽ പറഞ്ഞത്? Each one of you is guilty of a crime that you have committed but escaped the law. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കുറ്റക്കാരാണ്, പക്ഷെ നിങ്ങൾ എല്ലാവരും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. You have been called on the island to be punished. ഈ ഐലൻഡിൽ നിങ്ങളെ വിളിച്ചിരുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ശിക്ഷ തരാൻ, നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. Everyone was speechless. ഇല്ലേ? ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ പിന്നെ ആർക്കെങ്കിലും ശബ്ദം പുറത്തോട്ട് വരുമോ? ഇല്ല, എല്ലാവരും നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരുന്നു. They knew they were trapped. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മള് പെട്ടു ഇല്ലേ? നമ്മൾ അകപ്പെട്ടു എന്നവർക്ക്, നമ്മൾ ട്രാപ്പിലായി എന്നവർക്ക് മനസ്സിലായി. Each one had a secret known only to them, but now someone else knew it too. ഇപ്പൊ എന്താ പറയുന്നത്? എല്ലാവർക്കും ഓരോരുത്തരുടെ ഉള്ളിൽ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഇതാ മറ്റൊരാൾക്കും കൂടി അതെല്ലാം അറിഞ്ഞേക്കുന്നു എന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? ഇംഗ്ലണ്ടില് വളരെ കാലം മുമ്പ് എന്താണ് 10 വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള 10 വ്യത്യസ്തരായിട്ടുള്ള ആളുകൾക്ക് ഒരു ക്ഷണം കിട്ടി. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവൻ അവരുടെ എന്താണ് സോൾജിയർ ഐലൻഡിലെ ദ്വീപില അവരുടെ മന്ദിരം സന്ദർശിക്കാൻ ഇവരെ 10 ആൾക്കാരെ ക്ഷണിച്ചു. പക്ഷെ 10 പേർക്കും ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവൻ ആരാണെന്ന് അറിയില്ലായിരുന്നു. അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു വിചിത്രം എന്ന് പറയുന്നത്. ഈ 10 ആൾക്കാരും നമ്മുടെ ഐലൻഡിൽ വന്നു. അവർക്ക് എല്ലാവർക്കും താമസിക്കാൻ ഓരോ റൂം കൊടുത്തു. ആ റൂം എന്താണ് വളരെ വ്യത്യസ്തമായ റൂം
ആണെങ്കിൽ എല്ലാ റൂമിലും ഒരു കോമൺ പിക്ചർ ഉണ്ടായിരുന്നു. 10 സോൾജേഴ്സ് നിൽക്കുന്ന ഒരു കോമൺ പിക്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഡേ അവരെല്ലാവരും ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരുന്നപ്പോൾ എന്താണ് അവിടെ ഒരു റെക്കോർഡിംഗ് കേട്ടു. ആ റെക്കോർഡിംഗ് അവരുടെ എല്ലാ നട്ടലിനൊരു തണുപ്പ് പകർന്നു. പെട്ടെന്ന് അവരുടെ ഒരു അൺനോൺ വോയിസ് കേൾക്കുന്നു, ഒരു അജ്ഞാത ശബ്ദം കേട്ടു. എന്താ നിങ്ങൾ അല്ലേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾ ഓരോരുത്തരും ഓരോ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ആ നിയമത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ഐലൻഡിൽ നിങ്ങളെ വിളിച്ചേക്കുന്നത് നിങ്ങൾക്ക് ശിക്ഷ നൽകാനാണ്. കേട്ടപ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും നിശബ്ദരായിട്ട് ഇരുന്നിട്ട് അവർക്ക് എന്താ അവർ തിരിച്ചു തന്നാ നമ്മൾ അകപ്പെട്ടു, നമ്മൾ ട്രാപ്പിലായെന്ന് അവർ മനസ്സിലാക്കി. എന്നിട്ട് എന്താണ് അവർ ചെയ്തത് അല്ലേ, അവർ ഓരോരുത്തരും മനസ്സിലാക്കി എന്താ നമ്മുടെ എല്ലാം ഉള്ളിൽ ഓരോരുത്തർക്കും അവരുടെ ഉള്ളിൽ ഓരോ കുറ്റങ്ങളുണ്ട്, ചെയ്ത കുറ്റങ്ങളുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. പക്ഷെ എന്നാൽ ഇന്ന് വേറെ ആരോ കൂടെ അത് അറിഞ്ഞിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. They hurried to leave the island only to know that the butler and the cook were nowhere to be seen. ഇപ്പൊ എന്താണ് ഇപ്പൊ അവർക്ക് അവരവിടെ പിന്നെ ആരെങ്കിലും അവിടെ നിൽക്കുവോ? നമ്മളെ പണിഷ് ചെയ്യാൻ കൊണ്ടൊരു സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിൽക്കാൻ നോക്കൂല്ല, നമ്മളെന്താണ് രക്ഷപ്പെടാൻ നോക്കും ഇല്ലേ. അപ്പൊ അതുപോലെ ഇവര് എന്ത് ചെയ്യാൻ തുടങ്ങി, ബട്ട്ലറും കുക്കും അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരും രക്ഷപ്പെടാൻ ശ്രമിച്ചു. Outside a storm was raging and the island was surrounded by the roaring sea. അപ്പൊ എന്താണ് പെട്ടെന്ന് പുറത്ത് നമ്മുടെ ദ്വീപിന്റെ പുറത്തൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. എന്നിട്ട് എന്താണ് ഒരു അലർന്ന കടൽ വന്നിട്ട് നമ്മുടെ ദ്വീപിനങ്ങ് ചുറ്റപ്പെട്ടു അല്ലേ. ഒരു അലർന്ന കടലിനാൽ നമ്മുടെ ദ്വീപ് അങ്ങ് ചുറ്റപ്പെട്ടു. There was no escape അല്ലേ, രക്ഷപ്പെടാൻ പറ്റില്ല, ഒരു രക്ഷയുമില്ല, അവരവിടെ അകപ്പെട്ടു. No boat, no raft and not even a telephone to make an SOS call. അപ്പൊ എന്താണ് അവിടെ ഒരു ബോട്ടും ഇല്ല രക്ഷപ്പെടാൻ, അവർക്കൊരു റാഫ്റ്റിൽ ഒരു ചങ്ങാടവും ഇല്ല, ഒരു ബോട്ടും ഇല്ല. എന്തിനാ ഒന്ന് ഫോൺ കോൾ ചെയ്യാനോ SMS ചെയ്യാനോ ഒന്നിനും ഒരു ടെലിഫോൺ പോലും അവിടെ ഇല്ല. And after that every day 1 or 2 of them got killed. അങ്ങനെ ഓരോ ദിവസം പോകുന്തോറും ഇല്ലേ, ഓരോ ദിവസം കഴിയുന്തോറും 1 or 2 ആൾക്കാർ വീതം ഇങ്ങനെ ആ വന്ന 10 പേരിൽ നിന്ന് 1 or 2 ആൾക്കാർ വീതം ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. With every person killed, 1 soldier went missing from the tray on the dining table. ഇപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാര് കൊല്ലപ്പെടുന്തോറും ആ ഡൈനിങ് ടേബിളിലുള്ള ആ 10 സോൾജേഴ്സിന് മിനിയേച്ചർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഓരോ സോൾജേഴ്സ് വീതം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്താണ് അതിനെ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നത് അല്ലേ. അതായത് ഒരാളെ കൊല്ലുമ്പം നമ്മുടെ ഇരിക്കുന്ന മിനിയേച്ചറിൽ നിന്ന് ഒരു സോൾജിയറിനെ മാറ്റുന്നു, രണ്ടാമത്തെ മരിക്കുമ്പോൾ രണ്ടാമത്തെ സോൾജിയർ മാറും. അപ്പോൾ ഓരോ ആൾക്കാരും മരിക്കുന്നവർ എന്ത് ചെയ്യുന്നു, ആ ട്രെയിൽ നിന്ന് ഓരോ സോൾജിയേഴ്സും മിസ്സിംഗ് ആയിക്കൊണ്ടിരുന്നു. On the third day only 4 people were left. അങ്ങനെ 3-ാം ദിവസം ആയപ്പോഴത്തേക്കും 4 പേരാണ്, ഈ വന്ന 10 പേരിൽ നിന്ന് ബാക്കി 4 പേര് അവശേഷിച്ചു, ബാക്കി 6 പേരും കൊല്ലപ്പെട്ടു. നോക്കിക്കേ, വേറ എലിസബത്ത് ക്ലേത്തോൺ, വില്യം ഹെൻറി ബ്ലോറെ, ഡോക്ടർ എഡ്വാർഡ് ജോർജ് ആംസ്ട്രോങ് ആൻഡ് ഫിലിപ്പ് ലോംബാർഡ്. ബാക്കി ഈ 4 പേര് മാത്രമായി അവിടെ അവശേഷിച്ചു. 10 ആൾക്കാർ വന്നെയാണ് ആ ദ്വീപിലോട്ട്. അതിൽ ഓരോ ദിവസം 1-2 ആൾക്കാർ വീതം കൊല്ലപ്പെടാൻ തുടങ്ങി. ബാക്കി 4 പേര് അവശേഷിച്ചു. അത് ആരൊക്കെയായിരുന്നു? വേറ എലിസബത്ത് ക്ലേത്തോൺ, വില്യം ഹെൻറി ബ്ലോർ, ഡോക്ടർ എഡ്വാർഡ് ജോർജ് ആംസ്ട്രോങ് ആൻഡ് ഫിലിപ്പ് ലോംബാർഡ്. അങ്ങനെ 4 പേര് മാത്രം അവിടെ അവശേഷിച്ചു. The train displaced only 4 soldiers. അപ്പൊ എന്താണ് ആ ട്രെയിനും എന്താണ് ബാക്കി 4 സോൾജേഴ്സിന്റെ ഒരു മിനിയേച്ചർ അവിടെ ഉള്ളൂ. ബാക്കി 6 പേരും കൊല്ലപ്പെട്ടപ്പോൾ ഈ 6 സോൾജേഴ്സും ആ ട്രെയിനിൽ നിന്ന് മിസ്സിംഗ് ആയി. നോക്കിക്കേ, ആഫ്റ്റർ ഓൾ ദ മിസ്റ്ററീസ് the 4 decided to stay together. അല്ലേ, എല്ലാ നിഗൂഢതകൾക്കും ശേഷം ഈ 4 ബാക്കിയായ ആൾക്കാർ എന്ത് വിചാരിച്ചു, നമുക്കിവിടെ സ്റ്റേ ചെയ്യാന്ന് തീരുമാനിച്ചു. That night they went up to their rooms. അങ്ങനെ രാത്രി അവരെന്താണ് എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി. Bolted their doors, fixed a chair under the door handle to keep it locked and decided to sleep. ഇപ്പൊ എന്താണ് അങ്ങനെ അവർ ഓരോരുത്തരും നമുക്കിവിടെ തന്നെ സ്റ്റേ ചെയ്യാന്ന് തീരുമാനിച്ചിട്ട് ഓരോരുത്തരും അവരവരുടെ ഈ 4 പേരും അവരവരുടെ റൂമിലേക്ക് പോയിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് എന്താണ് ആ ഡോർ ഹാൻഡിലിന്റെ അടുത്ത് അതിന്റെ താഴെയായിട്ടൊരു കസേരയിലെ ഒരു ചെയർ കൊണ്ടുവച്ചു. കാരണം ഡോർ തുറക്കാൻ പെട്ടെന്ന് അറിയാമല്ലോ, അതിന് വേണ്ടി ഒരു ചെയർ കൊണ്ടുവച്ചു. ഡോറൊക്കെ നല്ല രീതിയിൽ കുറ്റിയിട്ടിട്ട് അവര് ഉറങ്ങാൻ തീരുമാനിച്ചില്ലേ, ഉറങ്ങാൻ തുടങ്ങി. ബട്ട് സ്ലീപ് എവേഡഡ് ദം. എന്താണ് സ്ലീപ് എവേഡഡ് ദം? അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡാണ് എവേഡഡ്. എന്താണ് എവേഡഡ്?
എന്താണ് എവേഡഡ് മീനിങ് നോക്കെ? ടു അവോയ്ഡ്, എന്താണ് ഒഴിവാക്കി അല്ലേ? എന്താണ് ടു അവോയ്ഡ്. എവേഡഡ് മീനിങ് എന്താണ്? ടു അവോയ്ഡ്. അപ്പം എന്താ? ബട്ട് സ്ലീപ് എവേഡഡ് ദം, ഉറക്കം അവരെ ഒഴിവാക്കി. അങ്ങനെയാണ്. എന്താ? അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല. നോക്കിക്കേ, വേറ tried to sleep, she could not put off the light as she was afraid of the dark. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? 10 പേര് വന്നു, അതിൽ 6 പേര് കൊല്ലപ്പെട്ടു, ബാക്കി 4 പേരുള്ളതിൽ ഒരാളാണ് വേറ എലിസബത്ത് ക്ലേറ്റൺ. അപ്പോൾ വേറ ഇങ്ങനെ ഉറങ്ങാൻ ശ്രമിച്ചു, പക്ഷെ എന്താണ്? she could not put off the light. ലൈറ്റ് ഓഫ് ചെയ്യാൻ വേറെക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ഇരുട്ടിനെ പേടിയായതുകൊണ്ട് തന്നെ അവർക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാതെ തന്നെ വേറെ ഉറങ്ങാൻ ഇങ്ങനെ കിടന്ന സമയത്ത് വേറെ എന്താണ് പണ്ട് കാലത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലേ? എന്താണ്? her thoughts went back to the time when she was a caretaker at Cornwall of a small boy called Cyril. അപ്പോൾ എന്താണ്? താൻ പണ്ട് കോൺവാളിൽ ഒരു ചെറിയ കുട്ടിയായ സിറിലിനെ കെയർടേക്കർ ആയിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തേക്കാണ്, ആ കാലത്തെ ചിന്തകളിലേക്കാണ് നമ്മുടെ വേറെ സഞ്ചരിച്ചത്. Vera, who had dreamed of becoming rich by marrying Cyril's uncle, knew that Cyril was a hurdle in her plans as he would inherit the property. അപ്പോൾ എന്താണ്? ഈ സിറിലിന്റെ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിരുന്നു. അപ്പം വേറെ എന്താ സ്വപ്നം കണ്ടത്? ഈ സിറിലിന്റെ അങ്കിളിനെ മാരി ചെയ്തിട്ട് നല്ല സമ്പന്നതയിൽ റിച്ചായിട്ട് ജീവിക്കാമെന്ന് വേറെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ സിറിലിന് ഇവരുടെ ഈ പദ്ധതികളിൽ എന്താണ് തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചു. കാരണം അവരുടെ പ്രോപ്പർട്ടിയിലെ അങ്കിളിന്റെ പ്രോപ്പർട്ടി ഷെയർ ചെയ്ത് പോകുന്നുള്ളത് കൊണ്ട് തന്നെ സിറിൽ എന്താണ് ഇവരുടെ പദ്ധതികൾക്ക് തടസ്സമാകാമെന്ന് നമ്മുടെ വേറെ ചിന്തിച്ചു. സോ ഷീ ഹാഡ് ടു ഡു സംതിങ് ടു ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ദ വേ. അപ്പം വേറെ എന്ത് ചിന്തിക്കുകയാണ്? ഇവനെ എൻ്റെ വഴിയിൽ നിന്ന് മാറ്റിയാലേ എൻ്റെ പ്ലാൻ എല്ലാം നടപ്പാക്കാൻ പറ്റൂ. One morning, when Cyril had insisted to swim into deep waters, Vera had agreed against her better judgment and allowed him to go to the rock. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് better judgment. എന്താണ് better judgment? എന്താണ് ബെറ്റർ ജഡ്ജ്മെന്റ്? എന്താണ് ബെറ്റർ ജഡ്ജ്മെന്റ് മീനിങ് നോക്കെ? ഗുഡ് റീസണിങ്. എന്താണ് ബെറ്റർ ജഡ്ജ്മെന്റ് മീനിങ്? ഗുഡ് റീസണിങ്. എന്താണ് നല്ല യുക്തി എന്നൊക്കെ നമ്മൾ പറയൂലേ? അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു ദിവസം രാവിലെ സിറിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ഡീപ്പ് വാട്ടറിൽ ഇങ്ങനെ നീന്താനായിട്ട് അല്ലെങ്കിൽ നീന്തി കുളിക്കാനായിട്ട് നമ്മുടെ വേറെ അടുത്ത് അനുവാദം ചോദിച്ചപ്പോൾ വേറെ എന്ത് ചെയ്ത്? അനുവാദം കൊടുത്തില്ലേ? അങ്ങനെ ചെയ്തോളാം അനുവാദം കൊടുത്ത്. പിന്നെന്താണ്? Cyril had drawn and Vera had later escaped inquiry by blaming the young boy, saying he had disobeyed her instructions. അപ്പോൾ എന്താ ടീച്ചർ പറഞ്ഞത്? ഇങ്ങനെ ഒരു ദിവസം രാവിലെ എങ്ങനെയെങ്കിലും വേറെയുടെ വഴിയിൽ നിന്ന് ഈ ഒരു പ്ലാൻ നടപ്പാക്കാൻ, വേറെയുടെ വഴിയിൽ നിന്ന് സിറിലിനെ മാറ്റാൻ വേറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് എന്ത് സിറിൽ ചോദിച്ചതെങ്കിൽ ഞാൻ ഈ ആഴമുള്ള ഇവിടെ നിന്ന് മുങ്ങി കുളിച്ചോട്ടെ അല്ലെങ്കിൽ നീന്തട്ടെ എന്ന് വേറെ അനുവാദം ചോദിച്ചപ്പോൾ വേറെ ഒരു കാര്യവും പറയാതില്ലേ, ഒരു തിരിച്ചൊന്നും പറയാതെ നീന്തിക്കോ, ശരി ആ പാറക്കെടിയിലൊക്കെ പോകുന്നൊക്കെ അനുവാദവും കൊടുത്തു. അങ്ങനെ നീന്തിയ സമയത്ത് നമ്മുടെ സിറില് മുങ്ങി മരിച്ചു. അപ്പം വേറെ ഹാഡ് എഗ്രീഡ് against her better judgment and allowed him to go to the rocks. ഇല്ലേ പാറക്കെടിയിലൊക്കെ പോകുന്നൊക്കെ അനുവാദവും കൊടുത്തു. Cyril had drawn and Vera had later escaped inquiry by blaming the young boy, saying he had disobeyed her instructions. അപ്പോൾ എന്താണ് അങ്ങനെ മുങ്ങി മരിച്ച സമയത്ത് എന്തായാലും ഒരു അന്വേഷണം ഉണ്ടാവും അല്ലേ? ആ അന്വേഷണം വന്ന സമയത്ത് വേറെ എന്തോ പറഞ്ഞത്? എല്ലാ കുറ്റവും ആ കൊച്ചുകുട്ടിയുടെ മേലിൽ ചുമത്തി കൊടുത്തു. ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒന്നും അല്ലേ അവൻ കേൾക്കാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ മുങ്ങി മരിച്ചെന്നുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാ കുറ്റവും ആ ബോയുടെ തലയിൽ കെട്ടിവെച്ചു കൊടുത്ത് ആ നിയമത്തിൽ നിന്ന് അവളിലെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് അവള് രക്ഷപ്പെട്ടു. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ന്യൂ വേർഡ് നോക്കിക്കേ, ഇൻക്വയറി. എന്താണ് ഇൻക്വയറി? Inquiry meaning okay, a legal questioning by the officials after any life-taking incident or accident. എന്തെങ്കിലും ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്സിഡന്റോ ഇൻസിഡന്റോ ഉണ്ടാകുമ്പോൾ അല്ലേ ആ വ്യക്തി എന്ത് ചെയ്യും? നമ്മുടെ ഓഫീഷ്യൽസ് ലീഗലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അത് ഞാൻ ഇൻക്വയറി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ നമ്മുടെ
വേറെയും ഒഫീഷ്യൽസ് വന്ന് ഇൻക്വയറി നടത്തിയപ്പോൾ അന്വേഷിച്ചപ്പോൾ വേറെ എല്ലാ കുട്ടികളും നമ്മുടെ സിറിലിന്റെ മേളിൽ കെട്ടിവെച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒന്നും അനുസരിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ വന്നതെന്ന് പറഞ്ഞ് ആ കുട്ടിയിൽ പഴിചാരി. His uncle, who suspected that Vera was behind the child's drowning, had abandoned her. എന്താണ് പക്ഷേ സിറിലിന്റെ അങ്കിളിന് ഈ വേറെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. അപ്പം ആ കുട്ടിയുടെ മരണത്തിൽ വേറെയാണ് കുറ്റക്കാരി എന്ന് സിറിലിന്റെ അങ്കിളിനെ അറിഞ്ഞ് അവളെ ആ ജോലിയിൽ നിന്ന് പുറത്താക്കി. Vera was behind the child's drowning, had abandoned her. All her plans of marrying a rich man had been drawn to. അങ്ങനെ ആ ഒരു ജോലിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴത്തേനും എന്താണ് വേറെയുടെ എല്ലാ പ്ലാനും ഇല്ലേ, ഒരു സമ്പന്നനെ കിട്ടി ഒരു സമ്പന്നയാണെന്നുള്ള വേറെയുടെ എല്ലാ പ്ലാനും മുങ്ങിപ്പോയി. എന്ന് വെച്ചാൽ എന്താ, എല്ലാ പ്ലാനും നടക്കാതായി. Sleeping on her bed, she was haunted by the past and her guilt. അപ്പോൾ എന്താണ്, അവളിങ്ങനെ ഉറങ്ങാൻ കിടന്ന സമയത്തെല്ലാം ഈ കുറ്റബോധവും അതുപോലെ തന്നെ അവൾ ചേർക്കാണ്ട് പാസ്റ്റ് കഴിഞ്ഞ കലകളൊക്കെ അവളെ ഇങ്ങനെ ഉറക്കാതെ അലട്ടിക്കൊണ്ടിരുന്നു. She looked up at the ceiling and saw a big black hook. അവളിങ്ങനെ മേൽപോട്ട് നോക്കിയ സമയത്ത് ഒരു സീലിംഗിൽ മേൽക്കൂരയിൽ ഒരു ബ്ലാക്ക് ഹുക്ക് കിടക്കുന്ന അവൾ കണ്ടു. Somehow she did not like the sight of it. പക്ഷെ ആ കാഴ്ച അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. She was too restless and tried to forget the past and sleep. ഇപ്പൊ എന്താണ്, അവൾ പെട്ടെന്ന് ഇങ്ങനെ വളരെ വെപ്രാളത്തിൽ എന്താണ് അവളുടെ പാസ്റ്റ് മറന്നിട്ട് ഇങ്ങനെ ഉറക്കാൻ ശ്രമിച്ചു. In the next room, Philip Lombard too tried to sleep. അപ്പം അടുത്ത ആള് വേറെ എലിസബത്ത് ക്ലേത്തോന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബാക്കി അവശേഷിക്കുന്ന അടുത്ത രണ്ടാമത്തെ ആളാണ് ഫിലിപ്പ് ലോംബാർഡ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് മുറിയിൽ അദ്ദേഹമാണ് അല്ലേ. In the next room, Philip Lombard too tried to sleep. ആ മുറിയിൽ എന്താണ്, അദ്ദേഹം ഇതുപോലെ ഉറങ്ങാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. He was used to such thrills, having committed many crimes before. അപ്പൊ എന്താണ്, മുമ്പ് അദ്ദേഹം എന്താണ് അന്നത്തെ ആ ഒരു ആവേശത്തിന്റെ പുറത്തിലെ കുറെ ക്രൈംസിൽ ഏർപ്പെട്ടിട്ടുണ്ട്, കുറെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. Although he was upset about the murders, he found it exciting. അപ്പൊ എന്താണ്, അന്ന് അതിനു വേണ്ടി ചെയ്ത ആ കൊലപാതകങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു. He opened his drawer and was surprised to see his revolver, which had gone missing 2 days ago. അപ്പൊ എന്താണ്, അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ അദ്ദേഹം ചെയ്ത കൊലപാതകങ്ങളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ആ മുറിയിലെ ഡ്രോയർ തുറന്ന് നോക്കിയപ്പോഴെന്താണ് അത് അദ്ദേഹം സർപ്രൈസ്ഡ് ആയി. കാരണം എന്താ, 2 ദിവസം കളഞ്ഞു പോയ അദ്ദേഹത്തിന്റെ റിവോൾവർ ഇതായി ഡ്രോയ്ക്കകത്തിരിക്കുന്നു. Since many strange things had been happening, he was thankful that he got his gun back and put aside all thoughts of how it was back and went to bed. എന്താ ഈ വീട്ടിൽ എന്താണ് എല്ലാം അല്ലേ, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ തോക്ക് കിട്ടിയതിൽ അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ കിടന്നു, തന്റെ ബെഡിലേക്ക് പോയി. Former Inspector Blow to lock his door. അപ്പൊ എന്താണ്, അതിന്റെ അടുത്ത മുറിയിൽ അടുത്ത ആള്. അപ്പൊ നമ്മള് വേറെ എലിസബത്ത് ക്ലേത്തോന്റെ കാര്യം പറഞ്ഞു, ഫിലിപ്പ് ലോംബാർഡിന്റെ കാര്യം പറഞ്ഞു. അടുത്ത ആൾ ആരാണ്, ബ്ലോ ഇല്ലേ, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, ബ്ലോ, വില്യം ഹെൻറി ബ്ലോ. അപ്പൊ അടുത്ത റൂമിൽ അദ്ദേഹമാണ്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഉറങ്ങാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. As he tried to sleep, a face came before his eyes. അദ്ദേഹം ഇങ്ങനെ ഉറങ്ങാൻ കിടന്ന സമയത്ത് ഉറങ്ങാൻ പറ്റില്ല, കാരണം ഒരാളുടെ ഫേസ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. It was the face of the person against whom he had given false witness in a trial long before, lured by the greed of gaining promotion during his inspector days. ഇൻസ്പെക്ടർ ആയിരുന്നു ബ്ലോർ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇൻസ്പെക്ടർ ഡേയ്സിൽ ആ ഒരു സമയത്തില്ലേ പോലീസ് ആയിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം ഓർക്കുകയാണ്. കാരണം തന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരാൾക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ കാര്യം അദ്ദേഹം ഇങ്ങനെ ഓർത്തുകൊണ്ട് കിടന്നു. അയാളുടെ മുഖമാണ് ഈ ബ്ലോർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ തന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നിരുന്നത് ആ കള്ളസാക്ഷി പറഞ്ഞ ആളുടെ ആ ഒരു ഫേസ് ആയിരുന്നു. അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് ലൂർ. Lure word meaning okay, to make someone do something by offering something existing which a person cannot resist. അപ്പോൾ എന്താണ്, എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയെ വ്യക്തി തനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം മറ്റുള്ള വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാഗ്ദാനം നൽകി പ്രേരിപ്പിച്ച് ആരെങ്കിലും കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ലൂർ എന്ന് പറയുന്നത്. ടു മേക്ക് സംവൺ
do something by offering something existing which a person cannot resist. അപ്പോൾ എന്താണ്, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വാഗ്ദാനം നൽകി ആ കാര്യം ചെയ്യാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. അതാണ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ പണ്ട് തൻ്റെ ആ ഒരു ഇൻസ്പെക്ടർ ഡേയ്സിൽ ആ ഒരു പോലീസ് കാലഘട്ടത്തിൽ തനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളസാക്ഷി പറഞ്ഞ ഒരാളുടെ ഫേസാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഈ ഉറങ്ങാൻ കിടക്കുമ്പോൾ. Suddenly he heard footsteps passing by his door. അപ്പോൾ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിടുന്ന സമയത്ത് തൻ്റെ ഡോറിന്റെ മുന്നിലൂടെ ഒരു കാൽപരിമാറ്റം ഈ ഗോൾ ബ്ലോ കേൾക്കുന്നു. Although retired, his skills as a trained policeman were still active. അപ്പോൾ അദ്ദേഹം പോലീസിൽ നിന്ന് റിട്ടയർഡ് ആണെങ്കിലും ട്രെയിനിങ് കിട്ടിയ നല്ലൊരു കഴിവുള്ള ഒരു പോലീസുകാരനാണ് ഇപ്പോഴും അദ്ദേഹം. He did not want to go out unplanned and land up in the killer's hands. അപ്പോൾ എന്താണ്, ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഈ കില്ലറിന്റെ മുന്നിൽ അകപ്പെടാൻ, അല്ലെ കില്ലറിന്റെ കൈകളിൽ അകപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചില്ല. He waited till the footsteps went ahead of his room and then he came out carrying matches and a cable of defense. അപ്പോൾ എന്താണ്, അദ്ദേഹം വെയിറ്റ് ചെയ്തു. ഈ കാൽപരിമാറ്റം തന്റെ മുറിയുടെ മുന്നിൽ നിന്ന് പോകുന്നവരെ അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്നു. അത് പോയി കഴിഞ്ഞെങ്കിൽ ആ ഒരു കാൽപരിമാറ്റം നിന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മാച്ചസും അതുപോലെ തന്നെ ഔട്ട് ക്യാരിയിങ് മാച്ചസ് ആൻഡ് കേബിൾ ഓഫ് ഡിഫൻസ്. അപ്പം കേബിൾ ഫോർ ഡിഫൻസിൽ പ്രതിരോധിക്കാനായിട്ട് മാച്ചസും കേബിൾ ഒക്കെ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വെളിയിൽ ഇറങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വരെ നിർത്താം. നോക്കിക്കേ, ഇനി ബാക്കി ഇതിൻ്റെ ഈ സ്റ്റോറിയുടെ ബാലൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ വരെ പഠിച്ച് നിർത്തിയത്, നമ്മൾ പണ്ട് വളരെ കാലം മുമ്പ് ഇംഗ്ലണ്ടിൽ നടന്നൊരു സംഭവമാണല്ലേ. ഇംഗ്ലണ്ടിലെ 10 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക്, 10 വ്യത്യസ്തമായ ആൾക്കാർക്ക് ഒരു ക്ഷണം ലഭിച്ചു. അവരെന്താണ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവൻ തങ്ങളുടെ സോൾജിയർ ദ്വീപ് കാണാനായിട്ടില്ലേ മന്ദിരം സന്ദർശിക്കാൻ അവരെ ക്ഷണിച്ചു. വളരെ എന്താണ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇൻവിറ്റേഷൻ ആയിരുന്നു അത്. കാരണം ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവനെ ഈ ബാക്കി 10 വ്യക്തികൾക്കും അറിയില്ല, യാതൊരു പരിചയമില്ല. എന്നിട്ട് അവര് തങ്ങളുടെ മന്ദിരം കാണാൻ അവരെ 10 പേരെയും ക്ഷണിച്ചിരിക്കുന്നു. അങ്ങനെ അവര് നമ്മുടെ ദ്വീപിൽ എത്തുകയും അവിടെ ഓരോരുത്തർക്കും താമസിക്കാൻ ഓരോ മുറി കൊടുത്തു. ആ എല്ലാ മുറിയിലും കോമൺ ആയിട്ട് 10 സോൾജേഴ്സിന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം എല്ലാവരും ഡൈനിങ് ഹാളിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഒരു ട്രേ ഉണ്ട്. ട്രേ നോക്കിയപ്പോൾ എന്താണ്, 10 സോൾജേഴ്സിന്റെ ഒരു മിനിയേച്ചർ രൂപം ആ ട്രേയിൽ നീറ്റായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. അപ്പം ഓരോ ദിവസവും ഓരോരുത്തർ, അപ്പം ഇവിടെ ഡൈനിങ് ഹാളിൽ ഡിന്നറിന് വന്നിരിക്കുമ്പോൾ ഒരു അൺനോൺ വോയിസ് കേൾക്കുന്നു. എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും കുറ്റം ചെയ്ത ആൾക്കാരാണ്, നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഇവിടെ നിങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത് ശിക്ഷിക്കാനാണെന്ന് പറഞ്ഞ അൺനോൺ വോയിസ് കേൾക്കുന്നു. അപ്പോൾ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. പിന്നെ ഓരോ ദിവസം കഴിയുന്നവരും 1-2 ആൾക്കാർ വെച്ച് ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് മറ്റു നമ്മുടെ ട്രെയിൽ നിന്ന് ഓരോ സോൾജേഴ്സായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, കാണാതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവര് ബാക്കി 4 പേരായി. 10 പേര് വന്നതിൽ 6 പേര് കൊല്ലപ്പെട്ടു, ബാക്കി 4 പേരായി. ആരൊക്കെയായിരുന്നു, വേറെ എലിസബത്ത് ക്ലേത്തോൺ, വില്യം ഹെൻറി ബ്ലോർ, ഡോക്ടർ എഡ്വാർഡ് ജോർജ് ആംസ്ട്രോങ് ആൻഡ് ഫിലിപ്പ് ലോംബാർഡ്. അങ്ങനെ ബാക്കി 4 പേര് അവശേഷിച്ചു. 4 പേരും അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഉറങ്ങാനായിട്ട് തങ്ങളുടെ മുറികളിലേക്ക് പോകുന്നു. പക്ഷേ ഈ 4 പേർക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഓരോരുത്തരും അവരവരുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ താൻ ചെയ്ത കുറ്റം, ക്രൈമിനെ കുറിച്ച് അവർ ഓരോരുത്തരും ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ്. അന്ന് നമ്മുടെ വേറെ എലിസബത്ത് ക്ലേത്തോണിന്റെ കാര്യമാണ് പറഞ്ഞത്. പുള്ളിക്കാരി ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഉറക്കം വരുന്നില്ല. അവര് എന്താണ്, കോൺവാളിന്റെ ഒരു കെയർടേക്കറായിട്ട് ഒരു കുട്ടിയെ നോക്കാൻ നിന്ന സമയത്തെ കാര്യങ്ങളാണ് വേറെ എലിസബത്ത് ക്ലേത്തോൺ ഓർക്കുന്നത്. ആ ഒരു കുട്ടിയുടെ അങ്കിള് റിച്ച് ആയിരുന്നു. അപ്പം അതുകൊണ്ട് അയാളെ കെട്ടി ഭയങ്കര റിച്ചായിട്ട് താമസിക്കാൻ, ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു, മനഃപൂർവ്വമായിട്ട് എന്തായിരുന്നു, മരണത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. അപ്പൊ ആ ഒരു കുറ്റത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ട കാര്യം ഓർത്തിങ്ങനെ വേറെ ഉറങ്ങാൻ ശ്രമിക്കുന്നു. അതുപോലെ അടുത്ത ഒരാളായിരുന്നു ഫിലിപ്പ് ലോംബാർഡ്. അദ്ദേഹം എന്താണ്, അദ്ദേഹവും തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇതുപോലുള്ള ക്രൈംസ് ഒക്കെ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ സന്തോഷിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും കുറെ ക്രൈംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കളഞ്ഞു പോയ ആ ഒരു റിവോൾവർ അവിടെ നിന്ന് കിട്ടുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്, ഉറക്കം നഷ്ടപ്പെട്ടിങ്ങനെ ഉറങ്ങാൻ ശ്രമിക്കുന്നു. 3ാമത്തെ ആളാരായിരുന്നു, ഫോമർ ഇൻസ്പെക്ടറായ ബ്ലോർ. അദ്ദേഹം തന്റെ മുറിയിൽ ഉറങ്ങാൻ കിടക്കുന്നെങ്കിലും അദ്ദേഹത്തിനും ഉറക്കം വരുന്നില്ല. തന്റെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. താൻ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സമയത്ത് കള്ളസാക്ഷി പറഞ്ഞ ഒരാളുടെ ഫേസ് ആണ്, പ്രൊമോഷന് വേണ്ടിയിട്ട് ചതിച്ച അല്ലെങ്കിൽ കള്ളസാക്ഷി പറഞ്ഞ ഒരാളുടെ മുഖമാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആ സമയത്ത് തന്റെ മുറിക്ക് വെളിയിലുള്ള ഒരു കാൽപരിമാറ്റം കേൾക്കുന്നു. അപ്പൊ അതിന് പിറകെ ആ കേൾക്കുന്ന സമയത്ത് പോകുന്നില്ല. അദ്ദേഹം ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്കില്ലായിട്ടുള്ളൊരു
പോലീസ്മാൻ, റിട്ടയർഡ് പോലീസ്മാനാണ്. അപ്പം അദ്ദേഹം എന്താണ് ഈ ഒരു കൽപ്പനമാറ്റം കേട്ടതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങി. അപ്പം ഇന്ന് ഇവിടെ മേലാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പം നമ്മൾ ഏതൊക്കെ ന്യൂ വേർഡ്സ് ഇന്ന് സ്റ്റഡി ചെയ്തു? ഇൻകോൺസ്പീഷ്യസ് ഇല്ലേ, എന്താണ് മീനിങ്? നോട്ട് ക്വിക്ലി നോട്ടീസ്ഡ്. ഹ്യൂമങ്കസ്, ഹ്യൂമങ്കസ് എന്തായിരുന്നു? വെരി ലാർജ്. നെക്സ്റ്റ് വേർഡ് ഏതാ? എവേഡഡ്, എവേഡഡ് മീൻസ് ടു അവോയ്ഡ്. ബെറ്റർ ജഡ്ജ്മെന്റ് മീനിങ് എന്തായിരുന്നു? ഗുഡ് റീസണിങ്. എൻക്വയറി എന്തായിരുന്നു? എ ലീഗൽ ക്വസ്റ്റ്യനിങ് ബൈ ദ ഓഫീഷ്യൽ ആഫ്റ്റർ എനി ലൈഫ് ടേക്കിംഗ് ഇൻസിഡന്റ് ഓർ ആക്സിഡന്റ്. ലൂർ എന്തായിരുന്നു? ടു മേക്ക് സംവൺ ഡു സംതിങ് ബൈ ഓഫറിംഗ് സംതിങ് എക്സിസ്റ്റിംഗ് വിച്ച് എ പേഴ്സൺ കാനോട്ട് റെസിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ന്യൂ വേർഡ്സ് പഠിച്ചു. അപ്പം എന്ത് ചെയ്യണം? ഈ ന്യൂ വേർഡ്സ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതുക, മീനിങ് എഴുതി പഠിച്ച് സ്പെല്ലിങ്ങും ബൈഹാർട്ട് ചെയ്ത് ടീച്ചറിന് എന്ത് ചെയ്യണം? മെസ്സേജ് ഇടണം അല്ലേ? നോട്ട്സ് എഴുതി ടീച്ചറിനെ അയച്ചു തരണം. അതുപോലെ തന്നെ ഈ വോയിസ് മെസ്സേജ് അല്ലേ, പഠിക്കുന്ന അല്ലെ വായിക്കുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിനെ സെൻഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ, ഇന്നത്തെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സ്റ്റോറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ നമ്മളിന്ന് പഠിച്ചതിൽ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മൾ മലയാളം നമ്മുടെ പുതിയൊരു പാഠം പഠിക്കാൻ പോവുകയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പദ്യമാണ്. അരിയില്ലാതിട്ട്, അരിയില്ലാതിട്ട്. പാഠം പേജ് നമ്പർ 23 എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എന്നിട്ട് പേജ് 23 എടുക്കുക. അരിയില്ലാതിട്ട് കണ്ടോ? ഇത് വൈലോപ്പള്ളി ശ്രീധര മേനോൻ എഴുതിയ ഇതാണ്. ഇതെന്ന് പറയുന്നത് അരിയില്ലാതിട്ട്. അരിയില്ലാതിട്ട് എന്ന ഈ ഒരു പദ്യം എഴുതിയത് വൈലോപ്പള്ളി ശ്രീധര മേനോനാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതിയ ശ്രദ്ധേയനായ ഒരു മലയാള സാഹിത്യകാരനാണ് ആര്? വൈലോപ്പള്ളി ശ്രീധര മേനോൻ. അതായത് ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതിൻ്റെതായ രീതിയിൽ ചിത്രീകരിച്ച് എഴുതിയ ഒരു സാഹിത്യകാരനാണ് വൈലോപ്പള്ളി ശ്രീധര മേനോൻ എന്ന് പറയുന്നത്. അദ്ദേഹം 1911 മെയ് 11 എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് ജനിച്ചത്. അപ്പോൾ വൈലോപ്പള്ളി ശ്രീധര മേനോൻ ജനിച്ചത് 1911 മെയ് 11 എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാമ്പഴം. ഏതാണ്? മാമ്പഴം. മാമ്പഴം എന്നുള്ള കവിത നിങ്ങൾക്ക് ഒരുപാട് അറിയാവുന്നതായിരിക്കും. ഒരുപാട് ആളുകളുടെ മനസ്സിന് വളരെയധികം എന്താ പറയാ, പിടിച്ചു കുലുക്കിയ ഒരു കവിതയാണ്. കാരണം അത്രയ്ക്കും നമ്മളുടെ ഹൃദയത്തെ തൊട്ട് നമ്മൾ വായിക്കുന്ന ഒരു കവിതയാണ്. ഒരുപാട് വിഷമം നമുക്ക് തോന്നുന്ന ഒരു കവിതയാണ്. കാരണം ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലേ. അതായത് ആ കുഞ്ഞ് തൻ്റെ വീട്ടുമുറ്റത്ത് ഉള്ള മാവ്, ആ മാവിൽ ആദ്യമായിട്ട് പിടിക്കുന്ന മാമ്പഴം അല്ലെ, മാമ്പഴം പിടിക്കുക എന്നതിലുള്ള മാവിന്റെ പൂക്കളുണ്ടല്ലോ, മാമ്പഴം പിടിക്കുന്നതിനുള്ള മാവിന്റെ പൂക്കള്, ആ പൂക്കളെ പിടിച്ചു. അത് കണ്ടുവന്ന അമ്മ എന്ത് ചെയ്യുകയാണ്? ആ കുഞ്ഞിനെ ശാസിക്കുകയും തന്റെ കയ്യിൽ നിന്ന് വടി കൊണ്ട് അടിക്കുകയും ചെയ്യും. അപ്പോൾ തന്റെ കയ്യിൽ നിന്ന് ആ മാവിന്റെ പൂവ് തറയിട്ടിട്ട് ആ കുഞ്ഞ് തന്റെ അമ്മയോട് പറയുകയാണ്, അടുത്ത വർഷം മാവിലെ ഈ മാങ്ങ പിച്ചാൻ ഞാൻ ഇല്ലെങ്കിലോ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞ് അടുത്ത ആ മാവില് മാമ്പഴം പിടിക്കാനിരുത്ത് തന്റെ കുഞ്ഞ് തന്നോടൊപ്പം ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ അന്ന് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ആ അമ്മയുടെ ആ ഒരു മനോഭാവം എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു വളരെ നല്ലൊരു കവിതയാണ് ഈ മാമ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ മാമ്പഴം എഴുതിയത് വൈലോപ്പള്ളി ശ്രീധര മേനോനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. പിന്നുള്ളത് സഖ്യന്റെ മകൻ. സഖ്യന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ആനയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. ആനയും ഉത്സവപ്പറമ്പും, ആ ഉത്സവപ്പറമ്പിലെ കാഴ്ചകളൊക്കെ കണ്ട് രസിക്കുന്ന ഒരു ആന, അങ്ങനെയുള്ളൊരു ഇതാണ് സഖ്യന്റെ മകൻ. പിന്നെ പറയുന്നത് കടൽ കാക്കകൾ, പിന്നെ കൃഷ്ണ മൃഗങ്ങൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഓർഡർ ചെയ്തിരുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിലോട്ടൊക്കെ എഴുതിയിടാം കേട്ടോ. പരീക്ഷയ്ക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈലോപ്പള്ളി ശ്രീധര മേനോൻ 1911 മെയ് 11 എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ എന്ന സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ മാമ്പഴം, സഖ്യന്റെ മകൻ, കടൽ കാക്കകൾ, കൃഷ്ണ മൃഗങ്ങൾ. അതായത് ജീവിത യാഥാർത്ഥ്യങ്ങളെ വളരെയധികം പച്ചയായി ചിത്രീകരിക്കുന്ന ഒരു മലയാള സാഹിത്യകാരനായിരുന്നു വൈലോപ്പള്ളി ശ്രീധര മേനോൻ. അദ്ദേഹം മരണമടഞ്ഞത് 1985 ഡിസംബർ 22 അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിലോട്ട് ഒക്കെ
പഠിച്ചു കൊടുക്കാം. നോക്കിക്കേ, അരയില്ലാതിട്ട്. അപ്പാവം ജീവിച്ച നാളവനെ തുണയ്ക്കാനോ തൽപ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെ പോലെ ചെറിയോർകളും മഞ്ഞിൽ മരണത്തിനു ശേഷം മാലോകർ ഇഷ്ടം ചേർക്കും. മാവ് വെട്ടുന്നു ചിലർ, വീട് തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പൂ ചിലർ. വിശ്രുതമയൽ പ്രഭു വേഗത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങാനുള്ള കാശുമങ്ങ് എത്തിച്ചേർന്നു. മുറുക്കാൻ മുറി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായെത്തി പെണ്ണിനോടേവം ചൊന്നാൻ. കണക്കായെല്ലാം ഞങ്ങളിറക്കി നിലത്തെന്നാൽ നുണക്കലരി വേണം വെട്ടിരി ചുറ്റും തൂവാൻ. അയക്കുന്നതിനിടയ്ക്കോതിനാൽ കുടുംബിനെ അരിയുണ്ടെന്നാൽ അങ്ങേ രണ്ടരയ്ക്കുകില്ലല്ലോ. അല്ലേ? വളരെ ഒരു കുഞ്ഞൊരു എന്താണ് ഒരു പദ്യമാണ്. നിങ്ങൾക്ക് ആ വരി വായിച്ചു നോക്കുമ്പോൾ തന്നെ അത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പാവം ജീവിച്ച നാളവനെ തുണയ്ക്കാനോ തൽപ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. അല്ലെ? അതായത് ഒരു വ്യക്തി മരണപ്പെട്ടു. അല്ലെ? ഒരു വ്യക്തി എന്താണ് മരിച്ചു. നിങ്ങൾക്ക് അവിടെ ഒരു പടം തന്നിട്ടുണ്ട്. എന്താണ് മരണശേഷം ആ ശരീരം അവിടെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. തൊട്ടടുത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്യുകയാണ്? കരയുകയാണ്. അല്ലെ? അതായത് തന്റെ ഭർത്താവും മരിച്ചപ്പോൾ തൊട്ടടുത്ത് നിന്നും കരയുന്ന ഒരു ഭാര്യ. അല്ലെ? അപ്പോ അപ്പാവം ജീവിച്ച നാളവനെ തുണയ്ക്കാനോ തൽപ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. അത്രയും നാള് ജീവിച്ചിരുന്ന സമയത്ത് തങ്ങളെ ഒട്ടും തന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിത്തരാനോ ഒന്നും തങ്ങളുടെ അടുത്തോട്ട് എത്താത്തവർ ഇന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുകയാണ്? എല്ലാം നോക്കി കാണാൻ അല്ലെങ്കിൽ എല്ലാവരും കാണാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ വന്ന് എത്തിയിരിക്കുന്നു. പെരിയോർകളെ പോലെ ചെറിയോർകളും മഞ്ഞിൽ മരണത്തിനു ശേഷം മാലോകർ ഇഷ്ടം ചോക്കും. അല്ലെ? നമ്മൾക്കറിയാം, നമ്മുടെ ഈ ഒരു സമൂഹത്തില് വലിയ സ്ഥാനവും പദവിയുള്ള ആളുകൾ എപ്പോഴും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരും എല്ലാം അറിയപ്പെടുന്നവരും അവർ ചെല്ലുമ്പോൾ എല്ലാം ഭയങ്കര വിലയൊക്കെ ആയിരിക്കും. അല്ലെ? പക്ഷെ ഒട്ടും എന്താണ് അത്ര വലിയ ആളുകളൊന്നും അല്ല. ഒരുപാട് കഷ്ടതകളിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വിലയും കാണുന്നില്ല. അല്ലെ? അപ്പോ അങ്ങനെ അത്രയും പാവമായിട്ട് ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്രയും സമൂഹത്തിൽ താഴ്ന്നു ജീവിക്കുന്ന ആളുകള് മരിച്ചു കഴിയുമ്പോൾ എന്താണ് അവരെ പറ്റിയിട്ട് ഒരുപാട് രീതിയിൽ അത് പുകഴ്ത്തും. അവൻ നല്ലവനായിരുന്നു, അവൻ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, ഇതിലെ കൂടെ കണ്ടതേ ഉള്ളൂ, അങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യും? ഈ വലിയ ആളുകളെ ഉയർത്തുന്നത് പോലെ ഈ മരിച്ചു കഴിയുമ്പോൾ ഈ ചെറിയ ആളുകളെ എന്ത് ചെയ്യും? ഉയർത്തി തുടങ്ങും. അതുവരെ ജീവിച്ചിരിക്കുമ്പോൾ അതുവരെ ഒരു വിലയും ഉണ്ടായിരിക്കും. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ എന്താണ്? ഭയങ്കര വിലയായിരിക്കും. മാവ് വെട്ടുന്നു ചിലർ, വീട് തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പിക്കും ചിലർ. അല്ലെ? എന്താണ് ഈ വന്നിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഭയങ്കര തിരക്കാണ്. എന്ത് ചെയ്യണം? ചെന്ന് പോയിട്ട് ശരീരം എന്ത് ചെയ്യണം? കത്തിക്കാൻ ദഹിപ്പിക്കാനായിട്ട് മാവ് വെട്ടി തടിയൊക്കെ എടുക്കുന്നു. പിന്നെന്താണ്? വേല തട്ടുന്നു ചിലർ. അപ്പൊ അവിടെ ഇങ്ങനെ എന്താണ് ദഹിപ്പിക്കാനുള്ള സ്ഥലമൊക്കെ എന്ത് ചെയ്യുന്നു? വൃത്തിയാക്കി എല്ലാം എന്ത് ചെയ്യുന്നു? ഒരുക്കുന്നു. ആവതും വിധവയെ ആശ്വസിപ്പൂ ചിലർ. ചിലർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ തൊട്ടടുത്തിരുന്ന് കരയുന്ന ഈ നമ്മുടെ വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിക്കുന്ന സ്ത്രീയെ പറയുന്ന പേരാണ് എന്ത്? വിധവ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിധവ എന്ത് ചെയ്യുന്നു? കരയാതെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഒരുപാടങ്ങ് ആശ്വസിപ്പിക്കുന്നു. വിശ്രുതമയൽ പ്രഭു ഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങുവാനുള്ള കാശുമങ്ങ് എത്തിച്ചേർന്നു. അല്ലെ? വിശ്രുതമയൽ പ്രഭു ഗേഹത്തെ കാരുണ്യത്താൽ, അതായത് തൊട്ടടുത്തുള്ള അയൽവാസി. അല്ലെ? വളരെയധികം സ്ഥാനവും അതായത് കയ്യിൽ കാശും ഒരുപാട് സ്ഥാനവും മാനവും ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഒന്നും ജീവിച്ചിരുന്നപ്പോ എന്ത് ചെയ്തില്ല? ഇവർക്ക് സഹായമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കാരുണ്യത്താല് കച്ച വാങ്ങുവാനുള്ള കാശും അങ്ങ് എത്തിച്ചേർന്നു. കച്ച വാങ്ങുവാൻ, അതായത് നമ്മള് ഇപ്പൊ എന്താ പറയാ, ഈ മരണശേഷം ആ ഒരു ശരീരത്തിൽ ഇടാൻ വേണ്ടി നമ്മൾ പുതിയ തുണിയൊക്കെ വാങ്ങും. അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കച്ച, അല്ലെ, തുണി, അല്ലെ, അങ്ങനെയുള്ള തുണിയൊക്കെ വാങ്ങുവാനുള്ള കാശ് അപ്പുറത്തെ വീട്ടിലെ അയൽക്കാരന്റെ സഹായത്തോടെ കിട്ടി എന്ത് ചെയ്തു? വാങ്ങി. അങ്ങനെ ശരീരത്തിൽ ഇടുവാനുള്ള തുണി എന്ത് ചെയ്തു? വാങ്ങി. മുറുക്കാൻ മുറി നീക്കി മൂത്തോരു കരക്കാരൻ തിരക്കായി അകത്തെത്തി പെണ്ണിനോടവം ചെന്നാൻ. അല്ലെ? അതായത് കരയിലുള്ള ഒരു സ്ഥലത്തുള്ള ഒരു കരക്കാരൻ. അല്ലെ? അതായത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നടത്തുന്ന ആളുകൾക്കില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്തു? മുറുക്കാൻ മുറി എല്ലാം മാറ്റി എന്ത് ചെയ്തു? വളരെ ധൃതിയിൽ എന്ത് ചെയ്തു? ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ വിധവയുടെ അടുത്തോട്ട് വന്നെത്തിയിട്ട് പറയുകയാണ്, കണക്കായെല്ലാം ഞങ്ങൾ ഇറക്കി നിലത്തെന്നാൽ ഉണക്കലരെ വേണം വിട്ടിരി ചുറ്റും തൂവാൻ. അല്ലെ? പറയാണ് ബാക്കി കാര്യങ്ങളെല്ലാം. അല്ലെ? കത്തിക്കാൻ, ശരീരം കത്തിക്കാനുള്ള വിറകും
അല്ലെങ്കിൽ ആ ശരീരത്തിൽ ഇടാനുള്ള തുണിയും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ വാങ്ങി. ഇനി ആ ശരീരത്തിൽ നമുക്കറിയാം, നിങ്ങൾ ഇപ്പം പറയുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ മതവിശ്വാസപ്രകാരമൊക്കെ നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയുടെ അടുത്തായിട്ട് വിളക്ക് കത്തിച്ച് വെക്കും. ഒരു തേങ്ങയ്ക്കകത്ത് എന്താണ് കുറച്ച് അരിയൊക്കെ ഇടും അല്ലേ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആ ശരീരത്തിൻ്റെ ശവശരീരം കിട്ടുമ്പോൾ അതിനടുത്ത് വെക്കാനുള്ള കുറച്ച് അരി, ഉണക്കലരി വേണം. അതിന് എടുത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ വിധവയുടെ പോയി പറയുകയാണ്. അത് കേട്ട ഉടനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവർ പറയുകയാണ്, കരയുന്നതിനിടെ ചോദിനാൻ കുടുംബിനി അരിയുണ്ടെന്നാൽ അങ്ങേ അന്തരിക്കുകയില്ലല്ലോ. ഈ വീട്ടിൽ ഇത്തിരിയെങ്കിലും അരി ഉണ്ടായിരുന്നു എങ്കിൽ എന്താണ് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മരിച്ചു പോകില്ലല്ലോ എന്ന് പറയുകയാണ്. അതായത് പട്ടിണി സഹിക്കാൻ വയ്യാതെ, ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ, കഴിക്കാനുള്ള ആഹാരം കിട്ടാതെ മരിച്ച ഒരു വ്യക്തിയാണ് അത് അല്ലെ. അപ്പൊ അത്രയും പട്ടിണിയായിട്ട് കിടന്ന ആ വീട്ടില് ആ മരിച്ച ശരീരത്തിന്റെ ശരീരത്തിന്റെ അടുത്ത് ഇടാൻ പോലും കിട്ടില്ല, അരിയില്ല. അത്ര വരെ പട്ടിണി ദാരിദ്ര്യമുള്ള ഒരു വീടായിരുന്നു. ഇച്ചിരിയെങ്കിലും അരി ആ വീട്ടിൽ ഉണ്ടായിരുന്നു എങ്കിൽ, പഠിക്കാൻ ഇച്ചിരിയെങ്കിലും അരി ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ഇങ്ങനെ മരിക്കില്ലായിരുന്നല്ലോ എന്നാണ് അവര് പറയുന്നത്. അതായത് പട്ടിണി അതാണ് ഉദ്ദേശിക്കുന്നത്, ദാരിദ്ര്യം അല്ലെ. കഴിക്കാനുള്ള ആഹാരം, നമ്മൾ ജീവിക്കുന്നത് എന്താണ്, എല്ലാവരും ജോലി ചെയ്യുന്നത്, എല്ലാവരും ജോലി ചെയ്ത് പൈസ ഉപയോഗിക്കുന്നത് എന്തിനാണ്, നമുക്ക് നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിക്കുകയും അല്ലെ നമുക്ക് ജീവിക്കാനാണല്ലേ. അപ്പൊ അത്രയ്ക്കും ആ വീട്ടില് എന്താണ് അരി പോലും ഉണ്ടായിരുന്നില്ല. ഇച്ചിരിയെങ്കിലും അരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അദ്ദേഹം മരിച്ചു പോവില്ലല്ലോ എന്നാണ് അവര് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്നുകൂടെ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചോ. അപ്പാവം ജീവിച്ച നാളവനെ തുണയ്ക്കാനോ തൽപ്രാണൻ എടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി. പെരിയോർകളെ പോലെ ചെറിയോർകളും മണ്ണിൽ മരണത്തിന് ശേഷം മാലോകർക്ക് ഇഷ്ടം ചേർപ്പോ. മാവ് വെട്ടുന്നു ചിലർ, വീട് തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പോ ചിലർ. വിശ്രുതമായ പ്രഭു ഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങുവാനുള്ള കാശുമങ്ങ് എത്തിച്ചേർന്നു. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായി അകത്തെത്തി പെണ്ണിനോടെവ ചൊന്നാൽ. കണക്കായി എല്ലാം ഞങ്ങൾ ഇറക്കി നിലത്തെന്നാൽ നുണക്കലരി വേണം മിത്തിരി ചുറ്റും പോവാൻ. കരയുന്നതിനിടയ്ക്ക് ഓതിനാൽ കുടുംബിനി അരിയുണ്ടെന്നാ നമ്മെ ദണ്ഡനിക്കുകയില്ലല്ലോ. അതായത് അപ്പാവം ജീവിച്ച നാളവനെ തുണയ്ക്കാനോ തൽപ്രാണൻ എടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നിട്ടല്ലേ. അത്രയും നാൾ ജീവിച്ചിരുന്ന സമയത്ത് തങ്ങളെ ഒരു കാര്യത്തിലും സഹായിക്കാൻ പോലും ഒന്നും വരാത്ത ആളുകൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വന്നെത്തി. പെരിയോർകളെ പോലെ ചെറിയോർകളും മറ്റിൽ മരണത്തിന് ശേഷം മാനോകർക്ക് ഇഷ്ടം ചേർക്കും അല്ലെ. വലിയ വിലയൊക്കെയുള്ള ആളുകൾ സമൂഹത്തിൽ വലിയ സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ ആണ് എന്ത് മരിച്ചു കഴിയുമ്പോൾ ഏറ്റവും ചെറിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ കാണുന്നത്. അതുവരെ ഒരു വിലയും കാണത്തില്ല, പക്ഷെ മരിച്ചു കഴിയുമ്പോൾ അവരെ അങ്ങ് വാനോളം അങ്ങ് പൊക്കും. മാവ് വെട്ടുന്നു ചിലർ, വീട് തട്ടുന്നു ചിലർ, ആവതും വിധവയെ ആശ്വസിപ്പോ ചിലർ അല്ലെ. ചിലർ എന്ത് ചെയ്യുന്നു, ഓടി നടന്ന് മാവൊക്കെ വെട്ടുന്നു അല്ലെ. ഈ ശരീരം ധരിപ്പിക്കാനായിട്ട് വിറകൊക്കെ വേണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് മാവ് വെട്ടുന്നു. വേല തട്ടുന്നു ചിലർ അല്ലെ. അത് സ്ഥലം, അവിടെ ആ സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കുന്നു. ആവതും വിധവയെ ആശ്വസിപ്പോ ചിലർ. ഒരുപാട് ആളുകൾ വന്ന് ഈ വിധവയെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിധവയെ ആശ്വസിപ്പിക്കുന്നു. വിശ്രുതമായ പ്രഭു ഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങുവാനുള്ള കാശുമങ്ങ് എത്തിച്ചേർന്നു അല്ലെ. തൊട്ട് അടുത്തുള്ള അയൽവാസിയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു, ആ ശരീരത്തിൽ ഇടുവാനുള്ള കച്ച അല്ലെ, തുണി അല്ലെ, നമ്മള് കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ തുണി എന്ത് ചെയ്തു, വാങ്ങി. മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായി അകത്തെത്തി പെണ്ണിനോടേവം ചൊന്നാൽ അല്ലെ. മുറുക്കാൻ പൊതിയൊക്കെ മാറ്റി ആ കരയിലുള്ള ഒരു വ്യക്തി അല്ലെ, വലിയ സ്ഥാനമാനമുള്ള ഒരു വ്യക്തി ഓടി വന്ന് നമ്മുടെ ഈ പെണ്ണിനോട് പറയുകയാണ്, കണക്കായെല്ലാം ഞങ്ങൾ ഇറക്കി നിലത്തെന്നാൽ ഉണക്കലരി വേണം ഇത്തിരി ചുറ്റും തൂവാൻ അല്ലെ. ബാക്കി കാര്യങ്ങളെല്ലാത്തിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. തടിയെഴുത്തി, പിന്നെ അതുപോലെ കച്ച വാങ്ങി, ബാക്കി ക്രിയകൾക്കുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി. ഇനി ഈ ശവശരീരത്തിന്റെ തലഭാഗത്ത് വെക്കാനായിട്ട് കുറച്ച് ഉണക്കലരി വേണമെന്ന് പറയുന്നു. കരയുന്നതിനിടെ ചോദ്യനാൽ കുടുംബിനി അരിയുണ്ടെന്നാൽ അങ്ങേ നന്ദനിക്കുകയില്ലല്ലോ. കരയുന്നിടത്ത് നിന്നും തല പൊക്കി നോക്കിയിട്ട് പറയുകയാണ്, ഈ വീട്ടിൽ ഈ ഇച്ചിരിയെങ്കിലും ഉണക്കലരിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ മരിക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അതായത് പട്ടിണിയാണ് അവിടെ പറയുന്നത്. കഴിക്കാനുള്ള ആഹാരം പോലും കിട്ടാതെ അല്ലെങ്കിൽ അതിനുള്ള വാക്ക് പോലും ഇല്ലാതാണ് അദ്ദേഹം പിന്നെ മരിക്കുന്നത്.
ആ പട്ടിണിയാണ് അവിടെ രക്ഷിക്കുന്നത്. അപ്പോൾ അരയില്ലാഞ്ഞിട്ട് എന്ന ഈ ഒരു പദ്യം എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. മനസ്സിലായോ? നമുക്കിത് വായിക്കുമ്പോൾ തന്നെ എന്താണ് ഒരു മനസ്സിൽ വിഷമം തോന്നും അല്ലേ? അങ്ങനൊരു സാഹചര്യം നമുക്ക് എന്താണ് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടമാണ് അല്ലേ? അപ്പം നമുക്ക് ജസ്റ്റ് ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അർത്ഥവും മനസ്സിലാവും അല്ലയോ? ഓക്കെ, അപ്പോൾ നമ്മളുടെ പാഠം 5 അരയില്ലാഞ്ഞിട്ട് എന്ന ഈ പദ്യഭാഗം എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കിനകത്തെ ഈ പദ്യം നന്നായിട്ട് എന്ത് ചെയ്യുക? വായിക്കുക. കാണാതെ പഠിക്കാൻ പറയുന്നില്ല, എന്നിട്ട് വായിക്കുക. പിന്നെ ഞാൻ റിവ്യൂ എടുക്കുമ്പോൾ ഈ കാര്യത്തിൽ ചോദിക്കും, ഈ ബോർഡ് ചെയ്തിട്ട് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ജീവിത ചരിത്രം അല്ലെ ഇതിനകത്ത് നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹം ജനിച്ച വർഷവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നേരത്തെ എടുത്ത് പഠിക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. എന്തെങ്കിലും വായിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.